എന്താണെങ്കിലും ബാക്കിയുടെ കേക്ക് മൊത്തം കഴിഞ്ഞിട്ടില്ല. ഉപയോഗിച്ച് അങ്ങനെ പറ്റിപ്പോയതാണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. പക്ഷേ നമുക്ക് നമ്മളല്ലാണ്ടായി പോകും, അങ്ങനെ മാറിപ്പോയതാണ് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. പക്ഷെ എനിക്ക് പിന്നീട് അവരെ ഡൗട്ടായിരുന്നു. പിന്നീട് അവർ എന്ത് കാണിക്കുമ്പോൾ എനിക്ക് ഡൗട്ടായി തുടങ്ങി. സ്വാഭാവികം, വളരെ വളരെ സ്വാഭാവികം. അന്ന് വിശ്വസിപ്പിച്ചു, ഇനി കല്യാണം വിളിച്ചപ്പോ എനിക്ക് കല്യാണി ആയി പോയതാണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷവും ഡൗട്ട്. ഇനി നിങ്ങൾ ഇവന്മാരുടെ ലൈവ് ഒക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് റീവാച്ച് ചെയ്ത് നോക്ക്, അന്നേരം നിങ്ങൾക്കും തോന്നിയ ഡൗട്ടുകൾ. ഫ്രണ്ട്ഷിപ്പ് ഒരു തെറ്റല്ല, പക്ഷെ കല്ല് വലിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നവന്മാർ, അയ്യോ അവർ എന്ത് പേരിട്ടാണ് ഞാൻ വിളിക്കണ്ടേ, എന്ത് പേരിട്ടാണ് വിളിക്കണ്ടേ? ഗേ ആയിട്ടുള്ള ആളുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അവരങ്ങനെയാണ്, അവരുടെ പരിപാടികൾ അങ്ങനെയാണ് വർക്ക് ആവുന്നത്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഇത്രയും നാൾ ഫ്രണ്ട്ഷിപ്പ് ബ്രദറിനെ പോലാണ്, കൊച്ചനെ പോലാണ്, അച്ഛനെ പോലാണ് കണ്ട്, മക്കളെ പോലാണ് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അതും കല്ല് വലിച്ചിട്ട് വീട്ടിൽ കെട്ടാൻ കൊള്ളാവുന്നവന്മാരെന്താണെങ്കിൽ. ഈ മമ്മു അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. മമ്മുയുടെ കഥ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലൈക് ഷമീർ ഇങ്ങനെ പറയായിരുന്നു, തൊപ്പിക്ക് ഇങ്ങനെ ഗേൾസിനോട് ചെയ്യണമെങ്കിൽ തന്നെ മമ്മു ഇങ്ങനെ ചെയ്തു കൊടുക്കണം, അങ്ങനെ ഷമീർ പറയുമായിരുന്നു. മമ്മുവേടാ നിന്നെ ഒറ്റി, നിന്നെ പറ്റിയും പോയി വന്ന് പറയുന്ന ഇതൊക്കെയാ, തൊപ്പിക്ക് ചെയ്തു കൊടുക്കും. പൊഗസീവ്നെസ് ആണെന്ന് തോന്നുന്നു, പൊഗസീവ്നെസ് കേട്ടിട്ടുണ്ട്. ഷമീർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഊഹിക്കുന്നതിലും കൂടുതലാണ് ഫസി ഇവിടെ നടക്കുന്ന ഈ വീട്ടില് എന്നൊക്കെ എന്റെ അടുത്ത് ആ ടൈമിൽ പറയാം. ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ എന്റെ അടുത്ത് പറയായിരുന്നു, നീ പോയത് നന്നായി, ഇവൻ ഇവിടെ കയറ്റാത്ത പെൺപിള്ളേരില്ല, ഭയങ്കര സീനാന്നൊക്കെ പറഞ്ഞ് എന്നെ വീഡിയോ കോളിൽ ഇങ്ങനെ കാണിച്ചൊക്കെ തരുമായിരുന്നു.